കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയ ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്ക് താക്കോൽ ദാനവും നടന്നു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം മുൻ MLA എൽദോ എബ്രാഹിമിന്റെ 2017-18 വർഷത്തെ നിയോജക മണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പണികഴിപ്പിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ MLA എൽദോ എബ്രാഹിം മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ അവിടെ പോയി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് C റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി സെബാസ്റ്റ്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെൽസി ലൂക്കാച്ചൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിബി AK, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിവാഗോ തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ ജോസ് അഗസ്റ്റിൻ, വാർഡ് മെമ്പർമാരായ സുമിത സാബു, ലാലി സ്റ്റഫി, അനിൽ K മോഹനൻ, സീമോൾ ബൈജു, ഷൈനി ജെയിംസ്, ബാബു മനക്കപ്പറമ്പൻ, പ്രേമലത P, CPIM കലൂർക്കാട് ലോക്കൽ സെക്രട്ടറി T പ്രസാദ്, ഇന്റർനാഷണൽ കോൺഗ്രസ് കലൂർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കോട്ടിൽ, BJP കലൂർക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാബു KS, CPI കലൂർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോമോൻ, കേരള കോൺഗ്രസ് J കലൂർക്കാട് മണ്ഡലം പ്രസിഡന്റ് സജി വട്ടക്കുടി, കേരള കോൺഗ്രസ് M കലൂർക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോബി ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി സ്വാഗതവും സെക്രട്ടറി മാത്യു KT നന്ദിയും പറഞ്ഞു. അതിനൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഏതാണ്ടൊട്ടും മുക്കാലും സ്ഥാപനങ്ങളാക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടായതാണ്. ഞാനടക്കമുള്ളവർ അദ്ദേഹം ചെയ്ത അച്ഛൻ്റെ തുടർച്ച എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കിയത്. ഈ പഞ്ചായത്ത് കെട്ടിടം സമുച്ചയം യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം സംഭാവന നൽകിയിട്ടുള്ള ഇളമ്പളേശ്വരി ഇല്ലാത്ത ശ്രീ N വാസുദേവൻ നമ്പൂതിരിയെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ടോമി ജോൺ കരിന്തോളി, ടോമി ചേട്ടൻ, പഞ്ചായത്തിനൊരു പുതിയ മന്ദിരം വേണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച
അദ്ദേഹമായിരുന്നു എന്ന് വേണം പറയാൻ. അതിനായി അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് പിരിച്ചു മാറ്റിയത്. അങ്ങേ അദ്ദേഹത്തെ ഈ നിമിഷം നമ്മളത് ഓർക്കുന്നു. അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന് വളരെ നല്ല നിലയിലുള്ള ഒരു പഞ്ചായത്ത് ഓഫീസ് എന്നത് ഇവിടെ നാളുകളായി ഭരണം നടത്തുന്ന ഭരണസമിതികളുടെ ഒരാഗ്രഹവും താല്പര്യവുമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ബഹുമാനായ ശ്രീ എൽദോ ഇബ്രാഹിം MLA ആയിരിക്കുന്ന സമയത്ത് അന്നത്തെ ഭരണസമിതി അവർ മുൻകൈ എടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി ആ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 70 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. ആ വർക്ക് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഏൽപ്പിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഹാബിറ്റാറ്റ് ആ വർക്ക് സമയബന്ധിതമായി പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനോ പൂർത്തീകരിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നും ആ വർക്ക് ക്യാൻസൽ ചെയ്ത് മാറ്റി നമുക്ക് ഇപ്പോൾ WDA ഏൽപ്പിച്ച് നമുക്ക് ആ വർക്ക് പൂർത്തീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞ് ആ വർക്ക് വീണ്ടും പുനരാരംഭിക്കേണ്ടി വന്നപ്പോൾ ആദ്യം അനുവദിച്ച 70 ലക്ഷം രൂപ പോരാതെ വരികയും റിവൈസ്ഡ് എസ്റ്റിമേറ്റായ 87,48,800 രൂപയുടെ എസ്റ്റിമേറ്റ്, അപ്പോഴത്തേനും ഞാൻ MLA ആയി വന്നിരുന്നു. ആ സമയത്ത് 87 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് വേണ്ടി വരും ഇത് പൂർത്തീകരിക്കാൻ എന്ന് പറയുകയുണ്ടായി. ആ പശ്ചാത്തലത്തിൽ ഒരു നാടിൻ്റെ അഭിലാഷം, ഒരു നാടിൻ്റെ ഒരു താല്പര്യം, അല്ലെങ്കിൽ അത് ആ നാടിൻ്റെ ഒരു ഗുണകരമായ മാറ്റത്തിന് വേണ്ടി ജനപ്രതിനിധികൾ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതി അത് നഷ്ടപ്പെടരുത്, നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ MLA ആയി വന്നതിന് ശേഷം അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിലെ ഫണ്ട് ക്യാരി ഓവർ ചെയ്ത് വന്ന ഫണ്ട് അവൈലബിൾ ആയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടി ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവുമായിരുന്നുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച് ഞാൻ MLA ആയതിനു ശേഷം അതിന് അഡീഷണലായി ആദ്യത്തെ എസ്റ്റിമേറ്റ് 70 ലക്ഷം രൂപയുടെ ക്യാൻസൽ ചെയ്ത് 87,48,800 രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് ശുപാർശ ചെയ്ത് അതിന് സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങി ആ ബാക്കിയുള്ള 17 ലക്ഷം രൂപ അനുവദിച്ച് ആണ് ഇപ്പോൾ നമ്മൾ പ്രാദേശിക വികസന മുന്നേറ്റം യാഥാർത്ഥ്യമാകുന്നത് ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തുചേരലിലൂടെയാണ്. പ്രദേശ ഭരണ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യത്തിൻ്റെ ഉത്തമമായ മാതൃകാ സ്ഥാപനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തുകൾ. നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ വാർഡുകളുടെ കാര്യക്ഷമമായ വികസന പുരോഗതിക്ക് വേണ്ടിയൊക്കെ തന്നെ മെമ്പർമാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. പലപ്പോഴും പഞ്ചായത്തുകളിൽ നമ്മൾ കാണുന്നത് നല്ല വാശിയേറിയ മത്സരമാണ്, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് രംഗം. പക്ഷേ അതിനുശേഷം നമ്മുടെ നാടിൻ്റെ പൊതുകാര്യങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാന ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും നേരത്തെ വന്നവരാണ്. പരിപാടിയും നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട MP, MLA എന്നിവരുടെ എല്ലാ പ്രസംഗങ്ങളും നേരത്തെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി ഒരു ദീർഘമായ പ്രസംഗം നടത്തി നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒരുക്കിയിട്ടുള്ളത്. ചേംബർ ഏതാണ്ട് മന്ത്രിയുടെ ചേംബറിനോട് കിടപിടിക്കും, പ്രസിഡന്റ്. അതങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ ലൈഫിൻ്റെ താക്കോൽദാനം കൂടിയുണ്ട്. ലൈഫ് 5,47,000-ലധികം പേർക്കാണ് നമ്മൾ ലൈഫ് പദ്ധതി തുടങ്ങിയ ശേഷം ഇതുവരെ ധനസഹായം അനുവദിച്ചത്. അതിൽ 4,51,000-ലധികം പേർ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങി.
ചെറിയ കാര്യമല്ല. 4.5 ലക്ഷത്തിലധികം ആളുകൾ ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 18,080 കോടിയാണ് കേരളം ലൈഫ് ഭവന പദ്ധതിക്ക് ചെലവഴിച്ചത്.